മിഡിൽ ക്ലാസ് ഫാമിലി ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ശിവരാത്രി എന്ന് പറയുന്നത് വെറും ഒരു ഉത്സവമല്ല. മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ ആരാണ് കൂടുതൽ ശക്തൻ എന്നറിയാൻ വേണ്ടി മത്സരം നടന്നു. യുദ്ധത്തിനിടയിൽ നടുക്കായി ഒരു അഗ്നി പുറപ്പെട്ടു. ആ അഗ്നിയിൽ നിന്നും ഒരു ശബ്ദമുയർന്നു വന്നു. ഈ അഗ്നിയുടെ അറ്റം അല്ല നീളം അല്ല അതിൻ്റെ വലിപ്പം കണ്ടുപിടിക്കുന്ന ആരാണോ അവനാണ് ശക്തന്. ഉടൻ തന്നെ വരാഹരൂപമെടുത്ത് വിഷ്ണു ഭൂമിക്ക് അടിയിലേക്കും ബ്രഹ്മാവ് മുകളിലേക്കും പോയി. തിരിച്ചു വന്ന് മഹാവിഷ്ണു അതിൻ്റെ അളവ് അളക്കാൻ പറ്റിയില്ലെന്നും ബ്രഹ്മാവ് തിരിച്ചു വന്ന് പറഞ്ഞത് അതിൻ്റെ അളവ് കണ്ടെത്തി എന്നുമാണ്. ബ്രഹ്മാവ് നുണ പറയുന്നത് കേട്ട് അഗ്നിയിൽ നിന്നും വളരെ കോപിഷ്ഠനായ ശിവൻ ഉത്ഭവിച്ചു. എന്നിട്ട് ബ്രഹ്മാവിൻ്റെ ഒരു തല ഛേദിച്ച് കളയുകയും ചെയ്തു. അദ്ദേഹം അങ്ങനെ കോപിഷ്ഠനായി കഴിഞ്ഞാൽ ഭൂലോകം മൊത്തം നശിക്കും എന്ന കരുതിയിൽ ദേവന്മാരും ചേർന്ന് അദ്ദേഹത്തിന് ശിരസ് തണുപ്പിച്ച് രാത്രി മൊത്തവും ഇരുന്നു ഭജന നടത്തി എന്നാണ് ഒരു ഐതിഹ്യം. അമൃതനായി കടഞ്ഞപ്പോൾ ആദ്യം പൊങ്ങി വന്ന വിഷം കുടിക്കുകയും അത് താഴോട്ടിറങ്ങാതിരിക്കാനായി പാർവതി ദേവി കഴുത്തിൽ പിടിക്കുകയും അത് പുറത്തോട്ട് തുപ്പിയാൽ നാശം വിതയ്ക്കും എന്ന രീതിയിൽ വിഷ്ണുദേവൻ വായ പൊത്തുകയും ചെയ്തു ശിവന്. അങ്ങനെ എല്ലാവരും അദ്ദേഹത്തിന് ശിരസ് തണുപ്പിക്കുകയും കൂടാതെ അദ്ദേഹത്തിന് ചുറ്റുമിരുന്ന് ഉറങ്ങാതെ ഭജനയ്ക്കിരിക്കുകയും ചെയ്തു, ഭഗവാൻ മയങ്ങാതിരിക്കാൻ എന്നുള്ളതാണ് മറ്റൊരു ഐതിഹ്യം. കൂടാതെ പാർവതി ദേവിയെ സ്വയംവരം ചെയ്യുന്നതിനുള്ള ഒരു ഉത്സവമായി ശിവരാത്രി കൊണ്ടാടുന്നു എന്നും ഉണ്ട്. എന്തായാലും ശിവരാത്രി മഹോത്സവം അതിഗംഭീരം തന്നെയാണ്. കെട്ടുകാഴ്ചകളുടെയും ബാക്കിയുള്ള സംഭവങ്ങളുടെയും ഒക്കെ പുറകെ പോകുമ്പോഴും നമ്മളുടെ യുവതലമുറയ്ക്ക് അറിയില്ല ഈ ശിവരാത്രിയുടെ പ്രത്യേകത എന്താണ് എന്നുള്ളത്. പണ്ടുകാലത്ത് നൊയമ്പെടുക്കുകയും ശിവരാത്രിക്ക് രാത്രി മൊത്തം ഉറക്കമണയ്ക്കുകയും ചെയ്യുന്നവരുണ്ടായിരുന്നു. ഇപ്പോഴും പ്രായമുള്ളവർ പലതും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കവറാട്ട് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി തരികയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ.